സർ, അമേരിക്കൻ പോലീസ് സംവിധാനമായ FBI തലപ്പത്തേക്ക് ഇതാദ്യമായി ഒരു ഇന്ത്യക്കാരൻ വരുന്നു. സാറ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേക്കുറിച്ച് കൃത്യമായ ഒരു സൂചന നൽകിയിരുന്നു. അത് തന്നെയാണോ സംഭവിക്കുന്നത്? കാശ്യപ് പട്ടേൽ നേരത്തെ CIA ഡയറക്ടറാകും എന്ന് വാർത്തകളുണ്ടായിരുന്നു. അത് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങനെ ഒരു സൂചന കിട്ടിയപ്പോൾ ആ കാര്യം ചർച്ച ചെയ്തിരുന്നു. പിന്നീട് അമേരിക്കൻ പത്രങ്ങളിലൊക്കെ അങ്ങനെ വന്നിരുന്നു, അദ്ദേഹം CIA ഡയറക്ടറാകാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ട്രംപ് CIA ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തത് ജോൺ റാഡ്ക്ലിഫിനെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ മൊത്തം ചാരസംഘടനകൾ, പോലീസ് എല്ലാത്തിൻ്റെയും കൂടി ഏകോപനമുള്ള ഈ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ചീഫായിട്ട് തുൾസി ഗബാർഡ് വന്നു. തുൾസി ഗബാർഡ് ഇന്ത്യക്കാരിയല്ല, ഹിന്ദുവാണ്. അവരുടെ അമ്മ ഹിന്ദു മതത്തിൽ ചേർന്നതാണ്. കുട്ടികൾക്കൊക്കെ ഹിന്ദു പേരുകളാണ്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഉണ്ടല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിൽ വേണ്ടാതെ വന്നിരിക്കുന്ന ഇസ്കൺ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ഹിന്ദു മതത്തിലൊക്കെ ചേർന്നത്. കൃഷ്ണ ഭജനയൊക്കെ ഗിറ്റാറൊക്കെ വായിച്ച് തുളസി ഗബാർഡ് പാടുന്ന ദൃശ്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കിട്ടും. ഇപ്പോൾ ആ സംവിധാനത്തിൽ ഹിന്ദുക്കളായ 2 പേർ വരുന്നു എന്ന് പറയാം ഈ പോലീസ് ചാര സംവിധാനത്തിൽ, തുളസി ഗബാർഡും ഇപ്പോൾ കാഷ് പട്ടേലും. ഈ കാഷ് പട്ടേൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഡോദറ, ഗുജറാത്തിൽ മോദിയുടെ സ്ഥലമാണ് ഗുജറാത്ത്. അവിടെ വഡോദറയിൽ വേരുകളുള്ള കുടുംബമാണ്. അച്ഛൻ ഉഗാണ്ടയിലും അമ്മ ടാൻസാനിയയിലുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആഫ്രിക്ക, അവിടെയായിരുന്നു അവർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അവർ കുടിയേറിയതാണ് അമേരിക്കയിലേക്ക്. അങ്ങനെ കുടിയേറിയ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവിടെ റിച്ച്മണ്ട് ലോ കോളേജിൽ നിന്നാണ് പഠിച്ചത്, ലോ. അത് കഴിഞ്ഞ് ലണ്ടനിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ്റർനാഷണൽ ലോയിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടുത്തെ ഈ ലോ ഫേമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരെ തന്നെ US വെച്ചുകൊണ്ടാണല്ലോ സ്ഥാപനങ്ങൾ നടത്തുക. അത് അത്തരം എലീറ്റിസ്റ്റ് വരേണ്യ അമേരിക്കൻ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ജോലി കിട്ടാനൊക്കെ വലിയ പ്രയാസമായിരുന്നു. പിന്നെ തന്നെത്താനെ പ്രാക്ടീസ് തുടങ്ങി രക്ഷപ്പെട്ട് വരികയാണ് ചെയ്തത്. ഹാർഡ് വർക്കിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിവേചനം, ഒരു ഇന്ത്യൻ പശ്ചാത്തലമുള്ള ഒരാളെ ഒരു അമേരിക്കൻ ലോ ഫേമിൽ അംഗമാക്കാനൊക്കെ പ്രയാസമാണ് അവർക്ക്. വിവേചനമൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ, ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, സമത്വം സ്വാതന്ത്ര്യം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉയർന്നു വന്ന ഒരാളാണ്. പക്ഷേ ട്രംപിൻ്റെ കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് 1 കൊല്ലം 8 മാസം കൊണ്ട് വലിയ ഉയർച്ചകളിലേക്കൊക്കെ വന്നു അദ്ദേഹം. ഇപ്പോൾ ബ്രില്യൻ ലോയർ, ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെ ട്രംപ് ഇന്ന് പുലർച്ചെ ഇറങ്ങിയ, നമ്മുടെ സമയം പുലർച്ചെ ഇറങ്ങിയ പ്രസ്താവനയിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഹി സ്പെൻഡ് ഹിസ് കരിയർ എക്സ്പോസിങ് കറപ്ഷൻ, ഡിഫെൻഡിങ് ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് അമേരിക്കൻ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ന്യൂയോർക്കിലാണ് ജനിച്ചത്. 2014 മിയാമിയിൽ ഫെഡറൽ റിപ്പബ്ലിക് ഡിഫൻഡേഴ്സ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. 8 കൊല്ലത്തോളം അങ്ങനെ വക്കീലായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. 2019 ആണ് ട്രംപിൻ്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 1 കൊല്ലം 8 മാസത്തിൻ്റെ ഇടയ്ക്ക് സീനിയർ കൗണ്ടർ ഇൻ്റലിജൻസ് ഡയറക്ടർ ആയി. പിന്നെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ, പിന്നെ ചീഫ് ഓഫ് സ്റ്റാഫ്, ഈ ആക്ടിംഗ് സെക്രട്ടറി ഓഫ് ഡിഫൻസ്, അതിൽ ചീഫ് ഓഫ് സ്റ്റാഫ്, ആക്ടിംഗ് സെക്രട്ടറി ഓഫ് ഡിഫൻസിൻ്റെ ഓഫീസിൽ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ കരിയറിൻ്റെ അവസാനമായപ്പോൾ CIA ഡെപ്യൂട്ടി ഡയറക്ടറാക്കാൻ കശ്യപിനെ, ഇപ്പം 44 വയസ്സേ ഉള്ളൂ, വളരെ ചെറുപ്പമാണ്. കശ്യപിനെ CIA ഡെപ്യൂട്ടി ഡയറക്ടറാക്കാനായിട്ട് ട്രംപ് ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഓഫീസിൽ തന്നെ ഈ അമേരിക്കൻ പക്ഷപാതിത്വമുള്ള, നേരത്തെ വിവേചനം എന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത്.
അങ്ങനെ കൊടുക്കണ്ട, ഇന്ത്യക്കാരന് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടായിരിക്കും. അതെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ ഇടയ്ക്ക് വെച്ച് പോവുകയാണ് അന്നുണ്ടായത്. അതായത് ഒരു അമേരിക്കക്കാരൻ ഇത്ര വേഗത്തിൽ ഉയരുന്നത് അവിടെ ചിലർക്ക് ഇഷ്ടപ്പെടാതെ ഇന്ത്യക്കാരൻ അന്ന് FBI-യുടെ ഡയറക്ടറോ അല്ലെങ്കിൽ CIA-യുടെ ഡെപ്യൂട്ടി ഡയറക്ടറോ ഒക്കെ ആക്കാൻ ട്രംപ് കണ്ടുവച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ അത് നടക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ കശ്യപ് പട്ടേൽ ഇനിയിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ക്രിസ്റ്റഫർ റേ ആണ് FBI-യുടെ ഡയറക്ടർ ഇപ്പോൾ അവിടെ. അദ്ദേഹത്തിന് കാലാവധി 2027 വരെ ഉണ്ട്. മുമ്പ് ട്രംപ് 2017 തന്നെ മുമ്പ് മറ്റേ FBI-യുടെ ഡയറക്ടർ ആക്കിയതാണ്. അത് കഴിഞ്ഞ് ട്രംപുമായിട്ട് തെറ്റി റേ. അതായത് ട്രംപിൻ്റെ തന്നെ അവിടുത്തെ ചില രേഖകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നടത്താനൊക്കെ തുടങ്ങി ഈ ക്രിസ്റ്റഫർ റേ. എന്ന് പറഞ്ഞാൽ ബൈഡൻ്റെ ഭാഗം ചേർന്നു എന്നൊക്കെ വിചാരിക്കാം നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ റേ ഇഷ്ടമല്ല ട്രംപിന്. അതുകൊണ്ട് ക്രിസ്റ്റഫർ റേക്ക് 2027 മുമ്പ് കാലാവധി നഷ്ടപ്പെടുന്നു. അങ്ങനെയും ഒരു വശം ഇതിനുണ്ട്. ഈ ഒരു പുസ്തകം 3 പുസ്തകം എന്ന് പറയാം. ഒരു പുസ്തകം ഈ പൊളിറ്റിക്സ്, ഗവൺമെൻറ് ഗാങ്സ്റ്റേഴ്സ്, ദ ഡീപ് സ്റ്റേറ്റ്, ദ ട്രൂത്ത് ആൻഡ് ദ ബാറ്റിൽ ഓഫ് അവർ ഡെമോക്രസി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതല്ലാതെ 2 കുട്ടികളുടെ പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ കശ്യപ് പട്ടേൽ. ഈ കുട്ടികളുടെ പുസ്തകത്തിൽ നായകൻ ആരാന്നറിയോ? ട്രംപ്. അത് ശരി, ട്രംപിനെ നായകനാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കുട്ടികളുടെ ഒരു ഹീറോ ആയിട്ട് ട്രംപ് വരുന്ന പുസ്തകങ്ങൾ. അതായത് രാജാവിൻ്റെ സ്ഥാനം ചിലർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനത്തെ ഒക്കെ ഒരു കഥ. ആ നായകൻ ആയിട്ട് ട്രംപിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഡീപ് സ്റ്റേറ്റ് പുസ്തകത്തിൻ്റെ അകത്ത് ഇദ്ദേഹം ഈ FBI ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ FBI-യുടെ ഡയറക്ടറാകാൻ പോകുമ്പോൾ FBI ചീത്ത പറഞ്ഞു. ഇന്ന് ഈ അനൗൺസ്മെന്റ് വന്ന ഉടനെ അമേരിക്കൻ പത്രങ്ങളിൽ ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ മുമ്പ് ഈ FBI ചീത്ത പറഞ്ഞ ഭാഗം ഈ പുസ്തകത്തിലുള്ളതും ഒക്കെ അവരെടുത്തിട്ടൊന്ന് അലക്കുന്നുണ്ട്. അതായത് FBI എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു മ്യൂസിയം, ഇറ്റ്സ് എ ഡീപ് സ്റ്റേറ്റ് മ്യൂസിയം എന്നൊക്കെ കശ്യപ് പട്ടേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വാഷിങ്ടണിൽ നിന്ന് FBI-യുടെ ആസ്ഥാനം മാറ്റും എന്നൊക്കെ നേരത്തെ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട് കശ്യപ് പട്ടേൽ. അപ്പോൾ കശ്യപ് പട്ടേൽ വന്നാലുള്ള ഒരു ഗുണം, ഈ ജോർജ് സോറോസ് ഒക്കെയാണല്ലോ ഡീപ് സ്റ്റേറ്റിൻ്റെ നേതാവ് എന്ന് പറയുന്നത്. ശരിക്കും ബ്യൂറോക്രസി പാരലായിട്ട് വേറൊരു സർക്കാർ ഉണ്ടാക്കുന്നതും അതിന് വേറെ നേതാവായിരിക്കുന്നതൊക്കെയാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഭരണകൂടം നിൽക്കുന്നു, വേറൊരു പാരലൽ ഭരണകൂടം അവരുടെ അജണ്ടയുമായിട്ട് നടപ്പാക്കാൻ. അതാണ് പറയുന്നത്. ജോർജ് സോറോസാണ് അമേരിക്കയിലെ അതിൻ്റെ നേതാവ്. അപ്പോൾ കശ്യപ് പട്ടേൽ വരുമ്പോൾ ഈ സോറോസും കൂട്ടരും ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റ് മെമ്പർ അല്ലേ, പിന്നെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി, ഇതൊക്കെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഈ രാഹുൽ ഗാന്ധി പോകുന്ന പല മീറ്റിങ്ങുകളും വിളിച്ചു കൂട്ടുന്നതൊക്കെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. ശരി, അവിടെ അതൊക്കെ പരസ്യമായ രഹസ്യങ്ങളാണ്. RSVP എന്ന് വെക്കുമല്ലോ ഈ ക്ഷണപത്രങ്ങളിലും വിവരം അറിയിക്കാനും ഒക്കെ, അതൊക്കെ അതിൻ്റെ ആളുകളൊക്കെയാണ്. അപ്പോൾ ആ ഡീപ് സ്റ്റേറ്റ് പേടിക്കണം. അതിനെതിരായ നീക്കം കശ്യപ് പട്ടേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഉറപ്പാണ്. ആ ഡീപ് സ്റ്റേറ്റ് ട്രംപിനും എതിരാണ്. ബൈഡന് ഫിനാൻസ് ചെയ്യുന്ന, ബൈഡൻ്റെ ക്യാമ്പയിനൊക്കെ ഫിനാൻസ് ചെയ്തിരുന്ന ആളല്ലേ ജോർജ് സോറോസ്. അതിനെ നശിപ്പിക്കണം എന്ന് ട്രംപിന് വലിയ ആഗ്രഹമുണ്ടെന്നാണ് ഈ നിയമനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഒബാമയും ഒക്കെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. ഒബാമ, ക്ലിന്റൺ, ഹിലരി ക്ലിന്റൺ, ഇവരെല്ലാം ഇതിന്റെ ഭാഗം. മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശ്, ക്ലിന്റൺ ഫൗണ്ടേഷന് പൈസ കൊടുക്കുന്ന ആളാണല്ലോ യൂനിസ്. ഇത്തവണ പോയപ്പോഴും ഒബാമയും ക്ലിന്റനെയും ഒക്കെ പോയി കണ്ടിരുന്നു യൂനിസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വമായിട്ടാണ് ട്രംപ്. CIA എന്ന് പറയുമ്പോൾ വിദേശ ഓപ്പറേഷനുകളാണല്ലോ കൂടുതലായിട്ട്. ഇത് ആഭ്യന്തര ഓപ്പറേഷനാണല്ലോ. ഈ അവിടുത്തെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ പേരിറക്കുക അതിന് പറ്റിയ ആളാണ് ഈ കശ്യപ് പട്ടേൽ. അദ്ദേഹത്തിന്റെ പുസ്തകവും പിന്നെ പ്രസ്താവനകൾ ഒക്കെ അതിനോട് യോജിച്ചിരിക്കുന്നു ഡീപ് സ്റ്റേറ്റിന്. പിന്നെ ട്രംപിന്റെ വലിയ കൂറുള്ള ആളാണ്. ഒരിക്കലും ട്രംപിനും ഈ ഡീപ് സ്റ്റേറ്റിന്റെ പേരിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അതിന് പറ്റിയ ആളാണ് കശ്യപ് പട്ടേൽ എന്നുള്ളത്
ട്രംപിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ട്രംപ് ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ആണ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഈ ട്രംപ് പിന്നെ അഹമ്മദാബാദിൽ കൊണ്ടുവന്നല്ലോ മോദിയാ, പിന്നെ ഹൂസ്റ്റണിൽ ഒരു റാലി ഉണ്ടായിരുന്നു, അതെ മോദി പങ്കെടുത്ത അല്ലേ, അതിലുമൊക്കെ കശ്യപ് പട്ടേൽ ഒരു വലിയ സംഘാടകനായിട്ടുണ്ടായിരുന്നതാണ് ആ കാലത്ത്. അപ്പോൾ 1970കളുടെ ഒടുവിലാണ് കുടുംബം ന്യൂയോർക്കിൽ ക്യൂൻസിലേക്ക് കുടിയേറിയത്. ക്യൂൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഇന്ത്യക്കാർ കുടിയേറിയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ലിറ്റിൽ ഇന്ത്യ എന്നാണ് ക്യൂൻസ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ ജനിച്ചു വളർന്ന ആളാണ് കശ്യപ് പട്ടേൽ. അപ്പോൾ ഈ 2020 തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ബൈഡൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, അതായത് പിന്നെ അന്ന് തോറ്റതായിട്ട് ട്രംപ് അംഗീകരിക്കുന്നില്ലല്ലോ, ഇല്ല, അത് ആ തെരഞ്ഞെടുപ്പ് റിഗ് ചെയ്തതാണ് എന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ആളാണ് ഈ കശ്യപ് പട്ടേൽ. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ശരിക്കും വിജയി ട്രംപായിരുന്നു എന്ന് വിജയിക്കുന്ന ആളാണ്. അപ്പോൾ കാശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ എന്നാണ്. ആ കാശ്യപ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് സായിപ്പ് കാഷ്. അതാണ് ക്യാഷ് എന്ന് പറയുന്നത് അല്ലേ? അതാണ്. ഇപ്പോൾ സ്വാമിനാഥൻ എന്നൊക്കെ ഒരാൾക്ക് പേരുണ്ടെങ്കിൽ സാം എന്ന് പറയുമല്ലോ സായിപ്പ്. അതുപോലെയാണ് കാശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ എന്നുള്ളത് കാഷ് പട്ടേൽ എന്നവരെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ചുവടുമാറ്റമാണ് അമേരിക്കയിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വിവേക് രാമസ്വാമി, ഇന്ത്യൻ പേരുള്ള, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഗീതയുടെ വീട് തൃപ്പൂണിത്തുറ എൻ്റെ നാട്ടിലാണ്, അച്ഛൻ വടക്കഞ്ചേരി പാലക്കാട്. അപ്പോൾ വിവേക് രാമസ്വാമി അവിടെ ചെലവ് കുറയ്ക്കുന്ന പരിപാടികളിലുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ FBI ഉപയോഗിച്ച് ട്രംപ് ചില കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു, അതിന് കശ്യപ് പട്ടേൽ അനുയോജ്യനാണെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിൽ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് കുറച്ച് വിയർക്കും അല്ലേ? അത് വിയർക്കും, അതാണ്, അത് വേർതിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കശ്യപ് പട്ടേലിൻ്റെ നിയമനത്തിൽ നിന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.